തെരഞ്ഞെടുപ്പ് വിവാദത്തിന് പിന്നാലെ CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂരിൽ UDF സ്വതന്ത്രനാക്കാൻ നീക്കം. RSP സംസ്ഥാന നേതൃത്വമാണ് നീക്കത്തിന് പിന്നിൽ. മട്ടന്നൂർ വെച്ചുമാറി പയ്യന്നൂർ ഏറ്റെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. നടനും സംവിധായകനുമായ ജോയ് മാത്യുവും പരിഗണനയിലാണ്. ഫസ്റ്റ് ഓൺ ന്യൂസ് മലയാളം. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഷമീർ, നേരത്തെ തന്നെ ഈ കുഞ്ഞികൃഷ്ണൻ ആരോപണമൊക്കെ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ ഒരു വാർത്ത പരന്നിരുന്നു. ഇദ്ദേഹം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന്. ആരും അതിനൊരു കൃത്യമായ വിശദീകരണമൊന്നും നൽകിയിരുന്നില്ല, കുഞ്ഞികൃഷ്ണൻ അടക്കം നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പരിഗണനയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? അതായത് സേതുലക്ഷ്മി, ഈ കേസിൽ RSP 5 സീറ്റുകളിലും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യാം, പകരം 20 സീറ്റ് വേണമെന്നൊക്കെ ആവശ്യം അവർ ആദ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് വി കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂരിൽ മത്സരിപ്പിക്കാൻ ഒരു നീക്കമാണ് RSP നടത്തുന്നത്. UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് ഈ നീക്കം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഷിബു ബേബി ജോണും CPM നിന്ന് പുറത്തു വന്ന BN ഹസ്കറും വി കുഞ്ഞികൃഷ്ണനെ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശന വേളയിൽ തന്നെ ഇക്കാര്യം ഷിബു ബേബി ജോൺ കുഞ്ഞികൃഷ്ണനെ അറിയിച്ചതായിട്ടാണ് സൂചന. പക്ഷേ കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം പയ്യന്നൂർ സീറ്റ് സ്ഥിരമായി കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരു സീറ്റാണ്. മട്ടന്നൂർ വെച്ചു മാറിയ ശേഷം ആ സീറ്റ് പകരം RSP എടുത്ത ശേഷം അവിടെ UDF സ്വതന്ത്രനായി വി കുഞ്ഞികൃഷ്ണനെ മത്സരിപ്പിക്കുക എന്നുള്ളൊരു നീക്കമാണ് RSPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും RSPക്ക് ഇത്തരമൊരു നീക്കമുണ്ട്. ഒപ്പം തന്നെ നടനും സംവിധായകനുമായ ജോയ് മാത്യുവിനെ മത്സരിപ്പിക്കാനും ഒരു നീക്കം RSPയുടെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും കുഞ്ഞികൃഷ്ണൻ UDF സ്വതന്ത്രനായി എത്തിയേക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കുഞ്ഞികൃഷ്ണന്റെയോ ഒക്കെ പ്രതികരണം ലഭ്യമാകും, ഇവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ? അതായത് ജോയ് മാത്യുവിനെ കാണാൻ RSP നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു ശ്രമം കോഴിക്കോട് ഇതിനോടകം തന്നെ RSP നേതാക്കൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് ഉടൻ തന്നെ ആ കൂടിക്കാഴ്ച സാധ്യമാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ആ കൂടിക്കാഴ്ച സാധ്യമായാൽ ജോയ് മാത്യുവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ കുഞ്ഞികൃഷ്ണനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. വി കുഞ്ഞികൃഷ്ണനെ ഷിബു ബേബി ജോൺ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇത്തരത്തിലൊരു കാര്യം സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അനൗദ്യോഗികമായി അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ പയ്യന്നൂരിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ RSP നടത്തുന്നത്. പക്ഷേ RSP ചിഹ്നത്തിലല്ലായിരിക്കും മത്സരിക്കുന്നത്. പകരം UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് അവിടെ ഒരു അട്ടിമറി നടത്താൻ ഒരു നീക്കം ഇപ്പോൾ RSP അതിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് RSP ആണ്. ഈ വിവരം സംസ്ഥാന UDF നേതൃത്വത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗിലേക്ക്.